കൊല്ലം മൈലക്കാട് ദേശീയപാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തെക്കുറിച്ച് തന്നെയാണ്. ആ തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതായിരിക്കും. അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ വാഹനങ്ങളൊക്കെ വഴിതിരിച്ചാണ് വിടുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ കളക്ടർ യോഗം വിളിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിനിടെ കൊല്ലം ജില്ലയിൽ ഒരു വർഷത്തിനിടെ ഉണ്ടായത് 8 അപകടങ്ങളാണ്. ഇങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കണ്ണൻ നായരും AK സ്റ്റെഫിനുമാണ് സംഭവ സ്ഥലത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം കണ്ണൻ നായരിലേക്കാണ്. കണ്ണൻ, വലിയൊരു അപകടമാണ്. ആ റോഡൊക്കെ പൊളിഞ്ഞു കിടക്കുന്നതും വാഹനങ്ങളൊക്കെ അതിൽ പെട്ടുപോകുന്നതും വലിയ ഗർത്തമൊക്കെ അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് കേരളത്തിൽ ഓരോരുത്തരും കാണുന്നതാണ്. ഇപ്പോൾ അതിന്റെ പ്രവൃത്തികളൊക്കെ എങ്ങനെയാണ് മുന്നിലേക്ക് പോകുന്നത്? ഗതാഗതമൊക്കെ വലിയ പ്രശ്നമാണല്ലേ, എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് ഇനി? എന്തായാലും ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർ 2-3 ദിവസത്തേക്ക് ഇതുവഴി സഞ്ചരിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. കാര്യം ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ഇതുവഴി വാഹനം കടത്തിവിടാനുള്ള സാധ്യത 2 ദിവസത്തേക്ക് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. വലിയ റോഡ് റോളർ ഉപയോഗിച്ച പാത ശരിയാക്കാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും, വരും ദിവസങ്ങളിൽ പ്രാവർത്തികമാകുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കുകയില്ല. ഈ അപകടമുണ്ടായ സ്ഥലം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ ഒരു അരനൂറ്റാണ്ട് മുമ്പ് വരെ ഒരു പുഴയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിലൂടെയാണ് പഴയ ദേശീയപാത നിർമ്മിച്ചത്. അത് നികത്തിയാണ് പഴയ ദേശീയപാത നിർമ്മിച്ചത്. വീണ്ടും പുതുതായി ദേശീയപാത വീതി കൂട്ടുന്ന സമയത്ത് ആ പാത ആ ഇടയ്ക്കൂടെയുള്ള ആ ഒഴുക്ക് പൂർണ്ണമായി നിരപ്പിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള ദേശീയപാത നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായതെന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ പറയുന്നത്. നമുക്ക് പരിശോധിക്കുമ്പോഴും അത് തന്നെയാവാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്നാൽ നേരത്തെ ഈ ദേശീയപാത നിർമ്മിക്കുന്നതിന് മുമ്പ് വിശദമായിട്ടുള്ള മണ്ണ് പരിശോധനയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെയുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല. ഉയരപ്പാതയാണ് ഇവിടെ വേണ്ടതെന്ന് കുറേയേറെ കാലമായി നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ അവയ്ക്കൊന്നും മുഖവില കൊടുക്കാതെ ഇത്തരത്തിൽ വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചുകൊണ്ടും അതിനുള്ളിൽ മണ്ണ് നിറച്ച് പാത നിർമ്മിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇവിടുത്തെ നിർമ്മാണ കമ്പനി അതുപോലെ ദേശീയപാത അതോറിറ്റിയൊക്കെ തന്നെ പോയതും. അതാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിന് കാരണമായത്. ദേശീയപാതയിൽ കൊല്ലം ജില്ലയിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്നിട്ടുണ്ട്. 8 അപകടങ്ങളുണ്ടായി. 24 പേർക്കാണ് പരിക്കേറ്റത്. 2 പേരുടെ ജീവൻ നഷ്ടമായി. എന്നിട്ടും ഇങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടും കാര്യങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ NHAയുടെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ മറ്റ് ജനപ്രതിനിധികളൊക്കെ തന്നെ ചേർന്ന് ഇവിടെ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ഇനി ഇവിടെ ഏത് തരത്തിലുള്ള നിർമ്മാണമാണ് വേണ്ടതെന്ന് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതനുസരിച്ച് ഇവിടെ ഒരു ഉയരപ്പാത വരാനാണ് സാധ്യത. അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ തന്നെ വരും നാളുകളിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കൂടുതൽ നിർമ്മാണത്തിലേക്ക് പോവുക. ദേശീയപാതയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ യാത്രാ ദുരിതം വളരെ വലുതാണ്. ഇപ്പോൾ ആലപ്പുഴ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരെ KMLന്റെ മുന്നിലെ റോഡിൽ കൂടി ഭരണിക്കാവ് വഴി കൊട്ടാരക്കര വഴി നേരെ MC റോഡിലേക്ക് കടത്തിവിടുകയാണ്. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ തന്നെ തീരദേശപാത വഴി പോകണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രദേശത്ത് കൊട്ടിയം മുതൽ മൈലക്കാട് വരെയുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ്. ആ പ്രദേശത്തെ ജനങ്ങൾ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണുള്ളത്. ഇതിനെല്ലാം കാരണം ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു അശാസ്ത്രീയത അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ നോക്കാതെ നടത്തിയുള്ള നിർമ്മാണം അതുതന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ ഈ പാത പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അവിടുത്തെ മണ്ണ് മാറ്റി മറ്റ് ജോലികൾ, അതായത് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. AK സ്റ്റെഫിൻ കൂടി ആ പ്രദേശത്ത് നിന്നും ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, കൃത്യമായി നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെ മറ്റ് മേൽനോട്ടങ്ങളൊന്നും ഇല്ലാതെ അശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ സ്റ്റെഫിൻ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത്. എത്ര വലിയ അപകടം! ആ അപകടത്തിന്റെ ആഘാതം ഒരുപക്ഷെ ഇനിയും ഉയർന്നേക്കാവുന്നതായിരുന്നു അല്ലേ? ആ മതിൽ ഉൾപ്പെടെ, ആ ഗർത്തം ഉൾപ്പെടെ, ആ മണ്ണ് ഉൾപ്പെടെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? സ്കൂൾ ബസ് ഉൾപ്പെടെയായിരുന്നു അവിടെ നിന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ ഓരോന്നും കണ്ടതാണ്. ഇനി ഇപ്പോൾ എന്ത് എന്നുള്ള ചോദ്യത്തിന് എന്താണ് പ്രസക്തി സ്റ്റെഫിൻ? ഇപ്പോൾ ഒരു അപകടം ഉണ്ടായതിനു ശേഷം ഒരു പരിഹാരത്തിലേക്ക് പോവുകയാണോ വേണ്ടത്? പലയിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അങ്ങനെ ഒരു കാര്യമല്ല ഇവിടെയും ഇനി ചെയ്യാൻ പോകുന്നത്.
പൂജ, ഏതായാലും ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും എല്ലാമാണ് ഇന്ന് കളക്ടറുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ ഇനി എന്താണ് തുടർ നീക്കം അല്ലെങ്കിൽ സമീപനം എന്നുള്ളതിൻ്റെ ഒരു വിഷയം കടന്നു വരും. അതിലേതായാലും ഉയരപ്പാത തന്നെയാണ് ജനപ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ MP എൻ കെ പ്രേമേന്ദ്രൻ അടക്കം അതാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ഉയരപ്പാതയായിരുന്നു വേണ്ടിയിരുന്നത്. അതിന് നമുക്കും അതിൻ്റെ ഒരു പ്രായോഗിക തലം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം ഈ കാണുന്നത് ഒരു വയൽ പ്രദേശമാണ്. ഈ രണ്ട് ഭാഗവും വയലാണ്. ഇതിൻ്റെ ഒരു രണ്ട് ഭാഗത്തും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം ഒഴുകി വരുന്നത് ഈ ചെറിയ ഒരു ഓടയിലൂടെ മാത്രമാണ്. ഇനി എത്രമാത്രം നിർമ്മാണം നടത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ മണ്ണെല്ലാം എടുത്തു മാറ്റിയാൽ മാത്രമേ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ആ റോഡിന് കുറുകെ ഉണ്ടായിരുന്ന ആ ഓടയും പൂർണ്ണമായി തന്നെ തകർന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണെല്ലാം മാറ്റി അത് പുനഃക്രമീകരിക്കണം. ഒപ്പം തന്നെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ വിണ്ട് കീറിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കാരണം ഈ നാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ചപ്പാത്ത് പോലത്തെ പ്രദേശമാണ്. ഈ ഇറക്കം എന്നാണ് ഇവിടുത്തെ പൊതുവെ ഈ സ്ഥലത്തിനെ തന്നെ അറിയപ്പെടുന്നത്. കാരണം ഒരു രണ്ട് ഉയർന്ന പ്രദേശങ്ങളുടെ ഒത്ത നടുക്കുള്ള സ്ഥലമാണ്. വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി ഒരു സംവിധാനവുമില്ല. ഒപ്പം ഇങ്ങനെ മണ്ണ് നിറയ്ക്കുകയാണെങ്കിൽ പോലും ഈ വെള്ള മണ്ണിൻ്റെ ഒരു അംശം അതിൽ 15% കൂടുതൽ ആകാൻ പാടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ ഇവിടെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വിശദമായ പഠനം ഇനി ഏതായാലും നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും ഗതാഗതം ഒന്ന് നല്ല രീതിയിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റോഡ് ഒന്ന് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. 7 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ദ്രുതഗതിയിൽ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതായാലും നേരത്തെ മുൻകൂട്ടി ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടിരുന്നുവെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതാണ്ട് 50 മീറ്ററോളം ഭാഗത്തെ മണ്ണ് മാറ്റേണ്ടതുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കണ്ണൻ നായരും ഷാനവാസ് ഫരീദും ഒക്കെ നിൽക്കുന്ന സ്ഥലം അങ്ങ് മുകളിലാണ്. അവിടെ മുതൽ ഇങ്ങ് ഏതാണ്ട് ഒരു 50 മീറ്ററോളം ഭാഗത്തെ മണ്ണ് മാറ്റണം. അതെല്ലാം തന്നെ ഇടിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ. ഒപ്പം തന്നെ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമെന്നുള്ളത് ഈ സുരക്ഷാ ഭിത്തി ഈ റോഡിലേക്ക് മറിഞ്ഞു വീണിരുന്നുവെങ്കിൽ വലിയ അപകടമായേനെ. ആ 32 കുഞ്ഞുങ്ങളുടെ ജീവനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടായേനെ. അത്തരത്തിൽ അതേതായാലും സംഭവിച്ചില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇതെല്ലാം കൊണ്ട് ഇരുത്തിയ ഒരു അവസ്ഥയിലാണ്. റോഡ് വിണ്ടുകീറി എന്നതിനപ്പുറത്തേക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്നാലും ഇതെല്ലാം കൃത്യമായൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്തെ കൂരിയാടെങ്കിലും നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചിരുന്നുവെങ്കിൽ, വിശകലനം ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു അപകടമൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുക. തീർച്ചയായും അങ്ങനെ ഓരോ കാര്യങ്ങൾ മുൻപും ദേശീയപാതയിലെ പ്രശ്നങ്ങളൊക്കെ തന്നെയും നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചൊക്കെ മുൻപും സംസാരിച്ചതാണ്. എന്നിട്ടും അത് വീണ്ടും വീണ്ടും തുടരുന്നു എന്നുള്ളതാണ്.